ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുള്ള ഭീഷ്മ ശപഥത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കഥ രൂപത്തിൽ ഞാൻ അതിന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. പണ്ട് ഒരിക്കൽ ശാന്തനു മഹാരാജാവ് യമുനാ തീരത്തുള്ളൊരു വാനപ്രദേശത്ത് നായാട്ടിന് പോയി. അപ്പോൾ അവിടെ നിന്ന് എവിടുന്നോ പടരുന്ന ഒരു കസ്തൂരിയുടെ ഗന്ധം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ആ ഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് നടക്കാനായി ആരംഭിച്ചു. അവസാനം യമുനാ നദീതീരത്തെ കടത്തുവഞ്ചിക്കാരി സത്യവതി അദ്ദേഹം കണ്ടുമുട്ടി. അവളുടെ ശരീരത്തിൽ നിന്നും പടരുന്ന ആ കസ്തൂരിയുടെ ഗന്ധത്തിലും അവളുടെ ആകർഷണീയമായ സൗന്ദര്യത്തിലും ആകൃഷ്ടനായ രാജാവ് അവളെ തൻ്റെ ഭാര്യയാക്കണമെന്ന ആഗ്രഹം അപ്പോൾ തന്നെ അവളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട് അവൾ ദാശമുഖനായ തൻ്റെ അച്ഛനോട് സമ്മതം ചോദിക്കണമെന്ന് തിരികെ രാജാവിനോട് പറഞ്ഞു. ഉടനെ തന്നെ ശാന്തനു ദാശമുഖനെ കണ്ട് അനുവാദം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എൻ്റെ പുത്രിയിൽ അങ്ങയ്ക്കുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാൻ അങ്ങ് തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പുത്രിയെ അങ്ങയ്ക്ക് വിവാഹം ചെയ്തു തരികയുള്ളൂ. പക്ഷേ ഗംഗാദേവിയിൽ തനിക്കുണ്ടായ പുത്രൻ ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം നടത്തി കഴിഞ്ഞതാണല്ലോ എന്നായിരുന്നു രാജാവിൻ്റെ മനസ്സിലെ ചിന്ത. ആ സ്ഥിതിക്ക് ഈ മുക്കുവൻ്റെ വ്യവസ്ഥ സ്വീകരിക്കുന്നതെങ്ങനെ? ആകെ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായ ശാന്തനു മഹാരാജാവ് ദാശമുഖൻ്റെ ഈ വാക്കുകൾക്ക് ഒരു മറുപടിയും പറയാതെ ദുഃഖിതനായ കൊട്ടാരത്തിലേക്ക് തിരിച്ചു മടങ്ങി. പിതാവിൻ്റെ മുഖത്ത് നിഴലിച്ച ദുഃഖത്തിൻ്റെ കാരണം ദേവവ്രതൻ ചോദിച്ചെങ്കിലും ശാന്തനു തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു മുക്കുവ പെണ്ണിൽ തോന്നിയ അഭിലാഷമാണ് തൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് ദേവവ്രതൻ്റെ പിതാവിൻ്റെ വിശ്വസ്തരായ ചില മന്ത്രിമാരിൽ നിന്നും ശാന്തനു മഹാരാജാവിൻ്റെ മകൻ മനസ്സിലാക്കി. പിതാവിൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നാഗ്രഹിച്ച ഗംഗാദത്തനായ ദേവവ്രതൻ എന്തു ചെയ്തു? മന്ത്രിമാരെയും കൂട്ടി യമുനാതീരത്തുള്ള ദാശമുഖ്യൻ്റെ വീട്ടിൽ ചെന്ന് അയാളുമായി നേരിട്ട് സംസാരിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ പുത്രിയിൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാം, എനിക്ക് രാജ്യമൊന്നും വേണ്ട എന്ന് ദേവവ്രതൻ പറയുകയാണ്. ദേവവ്രതൻ്റെ ആ വാക്കുകൾ കേട്ട മുക്കുവൻ ദേവവ്രതനോട് തിരികെ പറഞ്ഞു, യുവരാജൻ, അങ്ങയ്ക്ക് അവകാശം വേണ്ടെന്നുള്ള വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഭാവിയിൽ അങ്ങ് വിവാഹം കഴിച്ചുണ്ടാകുന്ന സന്തതികളും എൻ്റെ പുത്രിയുടെ സന്തതികളും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി ഒരു വഴക്കുണ്ടായാൽ എൻ്റെ പുത്രിക്കുണ്ടാകുന്ന കുട്ടിക്ക് തന്നെ രാജ്യാവകാശം ലഭിക്കുമെന്ന് എനിക്ക് എന്തുറപ്പാണുള്ളത്? ഈ ഒരു ചോദ്യം കേട്ട് ദേവവ്രതൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എന്ത് വില കൊടുത്തും തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച മകൻ മുക്കുവനോട് പറഞ്ഞു, ദാശമുഖ്യൻ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. നിങ്ങളുടെ ഈ ഒരു ആശങ്ക തീർക്കുവാൻ ഞാനിതാ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഈ നിമിഷം മുതൽ ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണെന്ന്. പിതാവിൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് ഇത്തരത്തിലൊരു ഭീകരമായ ശപഥം ചെയ്യുകയാൽ അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സത്യവതിയുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശം ഉറച്ചുവെന്ന് മനസ്സിലാക്കിയ മുക്കുവൻ തൻ്റെ പുത്രിയെ ശാന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി സർവസ്വവും വെടിഞ്ഞ് എല്ലാം തയ്യാറായി നിൽക്കുന്ന തൻ്റെ ഓമനപുത്രനായ ഭീഷ്മറിന് സ്വച്ഛന്ത മരണത്തിന്, അതായത് താൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മരിക്കുന്നവനായി തീരട്ടെ എന്ന് ശാന്തനു മഹാരാജാവ് അനുഗ്രഹിക്കുകയുണ്ടായി. ഇതിലേക്ക് വഴി തെളിച്ചതോ ദേവവ്രതൻ്റെ ആ ഒരു ശപഥമാണ്. ആ ശപഥമാണ് ഭീഷ്മ ശപഥം.